എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, തള്ളേനെ പൊരിച്ചോന്നോ വറുത്ത് കോരി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ടു തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന്, യുദ്ധം നമുക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന മട്ടിലുള്ള വലിയ സാമൂഹിക പ്രചരണം നടക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം ഒരു അശ്ലീലമായി കാണുന്ന ചില സീസണൽ സാംസ്കാരിക നായകന്മാർ തലപൊക്കിയിട്ടുണ്ട്. എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ് അതിനൊന്നും ഇല്ലേ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്ത് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? അല്ല, ഉള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചത്. നമ്മളെല്ലാം ആരും യുദ്ധത്തിന് അനുകൂലിക്കുന്ന മനുഷ്യരല്ലല്ലോ. ഇവരുടെയൊക്കെ ജീവൻ സുരക്ഷിതമാണ് എന്ന് ഈ സർക്കാർ ഉറപ്പ് നൽകണമെങ്കിൽ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദത്തെ അവസാനിപ്പിച്ചേ പറ്റൂ. 100% ഞാൻ യോജിക്കുന്നു. 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈമറി പോലെ ചെയ്യുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഓഹരിത്തരം കാണിക്കരുത്, അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ദുഃഖവെള്ളിക്കുണ്ടായ ദുഃഖക്കനി നിന്റെ 4 കഷ്ണമൊക്കെ കാലെ പിടിച്ച് ആൽക്കുന്നുണ്ടല്ലോ. എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. അതുകൊണ്ട് കയ്യടി കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായിട്ട് നിറയലല്ല, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് ആവശ്യം എന്നതാണ് എന്റെ ടേക്ക്. വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. ഇന്ത്യൻ ക്രൂരത വിശദീകരിക്കുന്ന ഒരു പാകിസ്ഥാൻ സ്ത്രീയുടെ പോസ്റ്റ് അവർ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ആക്രമണങ്ങൾ തീവ്രവാദ ക്യാമ്പുകളെ മാത്രമേ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നതിന് സർക്കാരിന്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇത് സംഭവിച്ചുവെന്നായിരുന്നു വിമർശനം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ.